ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് 12:01 പുറപ്പെടും. ഇത് മലയാളികൾക്ക് മറ്റൊരു ഇതിൽ അഭിമാന മുഹൂർത്തമാണ്. ആരോഗ്യ സംരംഭകനും EPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ചെയർമാനുമായ ബുർജിൽ ഹോൾഡിംഗ് സ്ഥാപകൻ ഡോക്ടർ ഷംഷീർ വയലിൽ വിഭാവനം ചെയ്ത പ്രമേഹ ഗവേഷണ പദ്ധതി സ്വീറ്റ് റൈഡ് ആണ് ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഈ ചെറുവിവരണം. ബഹിരാകാശത്തും ഭൂമിയിലും പ്രമേഹത്തിന്റെ പരിമിതികളെ മറികടക്കുന്നതിനുള്ള മൈക്രോഗ്രാവിറ്റിയിലെ അത്യാധുനിക ഗവേഷണത്തിനാണ് ഡോക്ടർ ഷംസീർ വയലിലും ആക്സിയം സ്പേസും ചേർന്ന് ആക്സിയം ഫോർ ദൗത്യത്തിലൂടെ തുടക്കമിടുന്നത്. നാസ അടക്കമുള്ള കമ്പനികളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഗവേഷണം ബഹിരാകാശ ദൗത്യത്തിന് നിലവിൽ പ്രമേഹ ബാധിതർക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കുന്നതിന് വഴിയൊരുക്കും. ഗവേഷണത്തിന്റെ ഭാഗമായി പ്രമേഹ രോഗികളിൽ ഗ്ലൂക്കോസ് ലെവൽ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററുകളുടെ കൃത്യത സമഗ്രമായ പ്രീ ഫ്ലൈറ്റ്, ഇൻഫ്ലൈറ്റ്, പോസ്റ്റ് ഫ്ലൈറ്റ് പ്രോട്ടോക്കോളുകളിലൂടെ മൈക്രോഗ്രാവിറ്റിയിൽ പരീക്ഷിക്കും. ഒന്നോ അതിലധികമോ ബഹിരാകാശ യാത്രികർ ദൗത്യത്തിലുടനീളം ഇത് ധരിക്കും. ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ആക്സിയത്തിന്റെയും ബുർജിലിന്റെയും വിദഗ്ധർ തത്സമയം വിശകലനം ചെയ്യും. ഈ പഠനത്തിലൂടെ ഭാവിയിൽ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ബഹിരാകാശ യാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കും. ഇതിനു പുറമെ ഭൂമിയിൽ പ്രമേഹം ഉൾപ്പെടെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങളുടെ ചികിത്സയിൽ പല സുപ്രധാന മാറ്റങ്ങളും കൊണ്ടുവരും. 14 ദിവസം നീളുന്ന ആക്സിയം ദൗത്യത്തിലുടനീളം മൈക്രോഗ്രാവിറ്റിയിൽ ശരീരത്തിലെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെക്കുറിച്ച് വിദഗ്ധ മെഡിക്കൽ സംഘം പഠിക്കും. ഇതൊരു അഭിമാന മുഹൂർത്തമാണെന്നും പ്രമേഹം പോലുള്ള അവസ്ഥ നമ്മുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകരുതെന്നുള്ള വിശ്വാസത്തിൽ നിന്നാണ് സ്വീറ്റ് റൈഡ് എന്ന ആശയം പിറന്നതെന്നും ഡോക്ടർ ഷംസീർ വയലിൽ വ്യക്തമാക്കി. മെറ്റബോളിക് രോഗങ്ങളുടെ ചികിത്സയിൽ വിദഗ്ധനായ ബുർജിലിന്റെ സ്വീറ്റ് റൈഡ് ക്ലിനിക്കൽ ലീഡർ ഡോക്ടർ മുഹമ്മദ് ഫിത്യാൻ ഉൾപ്പെടുന്ന സംഘമാണ് തത്സമയം ഭൂമിയിൽ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത്. ഫ്ലൈറ്റ് സമയത്ത് ഗ്ലൂക്കോസിന്റെ അളവ് തിട്ടപ്പെടുത്തുന്നതിനായി പോയിന്റ് ഓഫ് കെയർ രക്തസാമ്പിളുകൾ ശേഖരിക്കും. ഇതിനായുള്ള ലാൻസെറ്റുകൾ, സൂചികൾ, ബ്ലഡ് ഗ്ലൂക്കോസ് മെഷീനുകൾ എന്നിവ ബുർജിലിനാണ് നൽകിയിരിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24.